മറ്റു വാർത്തകളിലേക്ക് പോകാം. റീപോളിംഗ് നടന്ന പശ്ചിമ ബംഗാളിലെ ഫൽത്ത മണ്ഡലത്തിൽ ബി.ജെ.പിക്ക് വൻ മുന്നേറ്റം. ബി.ജെ.പി സ്ഥാനാർത്ഥി ദേംഷു പാണ്ഡെ 12,000-ലധികം വോട്ടുകളുടെ ലീഡുമായി മുന്നിട്ട് നിൽക്കുകയാണ്. CPM സ്ഥാനാർത്ഥി ശുഭനാഥ് കുർമിയാണ് രണ്ടാമതുള്ളത്. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ജഹാംഗീർ ഖാൻ മത്സരത്തിൽ നിന്ന് പിന്മാറിയിരുന്നു. തൃണമൂലിന്റെ നേതൃത്വത്തിൽ വ്യാപക ക്രമക്കേട് നടത്തിയതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് മണ്ഡലത്തിൽ റീപോളിംഗ് നടന്നത്. ആദർശ് TS ആണ് ഡൽഹിയിൽ നിന്നും ചേരുന്നത്. ആദർശ്, ഈ വോട്ടെണ്ണലിൽ എത്ര ഘട്ടം ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നു? ബി.ജെ.പി സ്ഥാനാർത്ഥിയുടെ ലീഡ് എന്ന് പറയുന്നത് അതിനിയും താഴാനുള്ളൊരു സാധ്യതയുണ്ടോ? ബി.ജെ.പി വിജയം ഉറപ്പിച്ചിട്ടുണ്ടോ? ഗൗതം, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് മൂന്നാം റൗണ്ടിൻ്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ BJP സ്ഥാനാർത്ഥിയുടെ ലീഡ് വർദ്ധിക്കുന്നതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം പിന്നിലേക്ക് പോകുന്നു എന്നുള്ള ഒരു കാര്യം ഉദിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ എന്തായാലും BJP സ്ഥാനാർത്ഥി തൊട്ടടുത്ത CPM സ്ഥാനാർത്ഥിയേക്കാൾ ബഹുദൂരം മുന്നിൽ തന്നെയാണ്. 15,000-ഓട് അടുത്തിരിക്കുകയാണ് BJP സ്ഥാനാർത്ഥിയുടെ ലീഡ് നില എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. എന്തായാലും ഇവിടെ തൃണമൂൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറുകയും തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഈ മത്സരരംഗത്ത് നിന്ന് പിന്മാറുന്ന വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു. CPM അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നിലവിൽ BJPക്ക് താഴെയായി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് CPM ആണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം തൃണമൂൽ കോൺഗ്രസ് പിന്മാറിയതോടുകൂടി CPMന് ഒരു സീറ്റിൽ രണ്ടാമതെത്തുന്നതിനുള്ള അവസരം ഒരുങ്ങിയിരിക്കുകയാണ്. നേരത്തെ വ്യാപക ക്രമക്കേട് നടന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ ഫാൽത്ത മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത്. വാശിയേറിയ മത്സരത്തിനാണ് BJP ഫാൽത്തയിൽ ഇക്കുറി തയ്യാറാവുകയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും പ്രചാരണവും ഒക്കെ സംഘടിപ്പിക്കുകയും ചെയ്തത്. എന്നാൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ബൂത്ത് പിടുത്തം, ഒപ്പം തന്നെ EVMൽ സ്റ്റിക്കറുകൾ പതിക്കൽ പോലുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ നടന്നു. ഇതേ തുടർന്നാണ് BJP നേതൃത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചതും തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി പരാതി നൽകിയതും കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൽ BJP നൽകിയ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് ബോധ്യപ്പെടുകയും തുടർന്നാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുകയും ചെയ്തത്. എന്തായാലും ഈ മാറ്റിവെച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുകയും തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നതിനിടെയാണ് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ മത്സരത്തിൽ നിന്ന് പിന്മാറുകയാണ് എന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തത്. അതേസമയം BJP ആകട്ടെ ശക്തമായി തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണവും മറ്റുമായി മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. എന്തായാലും BJP ഇപ്പോൾ ഈ ഫാൽത്ത മണ്ഡലത്തിൽ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളത് സുവേന്ദു അധികാരി സർക്കാരിന് കിട്ടുന്ന ജനങ്ങളുടെ ഒരു അംഗീകാരമായി വേണം കാണുവാൻ. ഗൗതം, ഓക്കെ, ഫൽത്ത മണ്ഡലത്തിൽ BJP ലീഡ് തുടരുകയാണ്. 12,000 വോട്ടുകൾക്ക് രണ്ടാം സ്ഥാനത്തുള്ള CPM സ്ഥാനാർത്ഥിയെക്കാട്ടിൽ BJP മുന്നിലാണ്. ഏതാണ്ട് 3 റൗണ്ട് പിന്നിട്ടിരിക്കുന്നു. അപ്പോൾ ആ മണ്ഡലത്തിൽ BJP വിജയം ഉറപ്പിച്ചിരിക്കുന്നു. നമുക്കറിയാം, പശ്ചിമ ബംഗാളിൽ ചരിത്ര വിജയം BJP നേടി അധികാരത്തിൽ സുവേന്ദു സർക്കാർ അധികാരത്തിലേറിക്കഴിഞ്ഞിരുന്നു. പക്ഷേ ഈ മണ്ഡലത്തിൽ തൃണമൂൽ കോൺഗ്രസ് വലിയ ക്രമക്കേടുകൾ നടത്തിയ പശ്ചാത്തലത്തിലാണ് അവിടെ റീപോളിംഗ് നടന്നത്. ഇപ്പോൾ ആ മണ്ഡലത്തിലും BJP ഏതാണ്ട് വിജയം ഉറപ്പിച്ചിരിക്കുന്നു. ആദർശ് TS ആണ് വിശദാംശങ്ങൾ നൽകിയത്.